റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ട കൊലപാതകം നടത്തിയത് അതിക്രൂരമായി. ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് പ്രതി സജി സഹോദരൻ റിജിയുടെ തലയ്ക്കടിച്ചത്. ശേഷം തുണി ഉപയോഗിച്ച് കഴുത്ത് വലിഞ്ഞു മുറുക്കുകയായിരുന്നു. ഇത് കണ്ട് ബഹളം വെച്ച മാതാവ് മേരിക്കുട്ടിയെ കൈയൊടിച്ച ശേഷം മൂക്കിനിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഏപ്രിൽ 4-നായിരുന്നു കൊലപാതകം. 2 ദിവസം മൃതദേഹം വീടിനകത്ത് സൂക്ഷിച്ച ശേഷം 3-ാം ദിവസമാണ് കുഴിച്ചുമൂടിയത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. രാഹുൽ സുരേഷുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, അതിനിഗൂഢമായ ഒരു കൊലപാതക പരമ്പര തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വീട്ടിൽ അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി. പിതാവിനെ കാണാത്തതിന് പിന്നിലും ഈ റെജി തന്നെയാണെന്നാണ് സഹോദരി സംശയിക്കുന്നത്. ഇപ്പോൾ എങ്ങനെ കൊലപാതകം നടത്തിയെന്ന് പ്രതി പോലീസിനോട് വിവരിച്ചു കഴിഞ്ഞു എന്നാണോ രാഹുൽ? സ്മൃതി, വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതി ഇക്കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതിക്രൂരമായാണ് മേരിക്കുട്ടിയെയും റെജിയെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഈ മൊഴി വിവരങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. ഏപ്രിൽ 4-ാം തീയതി രാത്രിയാണ് ഈ 2 കൊലപാതകങ്ങളും നടക്കുന്നത്. കുറേയധികം കാരണങ്ങൾ ഉണ്ടായിരുന്നു ഈ കൊലപാതകത്തിന്. അത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ഈ കൊല എങ്ങനെ നടത്തിയെന്ന് പോലീസിനോട് പറഞ്ഞിരിക്കുന്നു. ആ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഏപ്രിൽ 4-ാം തീയതി രാത്രി 3 പേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അതിനിടയിലാണ് ആദ്യം ഈ പ്രതിയായിട്ടുള്ള സജി റെജിയുടെ തലയ്ക്കടിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്കടിക്കുന്നു. അതിനുശേഷം തുണി ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ ഈ തുണി മുറുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അബോധാവസ്ഥയിൽ റെജി നിലത്ത് വീഴുകയാണ്. ആ സമയത്താണ് ബഹളം വെച്ചുകൊണ്ട് മാതാവായിട്ടുള്ള മേരിക്കുട്ടി അവിടേക്ക് എത്തുന്നത്. ആദ്യം മേരിക്കുട്ടിയുടെ കൈ ഒടിക്കുന്നു. പിന്നീട് കൈ ഉപയോഗിച്ചുകൊണ്ട് മേരിക്കുട്ടിയുടെ മുഖത്തേക്ക് ഇടിക്കുകയാണ്. ആ ഇടിയിൽ തന്നെ മേരിക്കുട്ടി മരിച്ചു എന്നാണ് ഈ സജി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അതിനുശേഷം നിലത്ത് കിടക്കുകയായിരുന്ന റെജിയുടെ തലയിൽ കാല് വെച്ചുകൊണ്ട് ചവിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ 20 മിനിറ്റ് ചവിട്ടി പിടിച്ചുകൊണ്ട് നിർത്തുകയാണ്. അങ്ങനെയാണ് റെജിയുടെ കൊലപാതകവും നടക്കുന്നത്. 2 ദിവസം 2 പേരുടെ മൃതദേഹങ്ങൾ വീടിനുള്ളിൽ കട്ടിലിനടിയിൽ സൂക്ഷിച്ചു വെക്കുന്നു. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് 2 പേരുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യുന്നത്. രാത്രി സമയത്താണ് ഈ 2 മൃതദേഹവും കുഴിച്ച ശേഷം സംസ്കരിക്കുന്നത്. മറ്റാരുടെയും സഹായം തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും താൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നും പ്രതി എന്തായാലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് മനസ്സിലാക്കാനാകുന്നുണ്ടോ? സ്വന്തം അമ്മയെയും സഹോദരനെയും ഇത്രയും ക്രൂരമായി കൊല ചെയ്തതിന്റെ കാര്യങ്ങൾ ഇയാൾ വിശദീകരിക്കുമ്പോൾ എന്തിനത് ചെയ്തു എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. അതെന്താണ് അയാൾ പറയുന്നത്? 3 കാരണങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അതിലൊന്ന് കുടുംബ സ്വത്ത്. 1 ഏക്കറിലധികം സ്ഥലം ഉണ്ടായിരുന്നു. അത് എഴുതി നൽകണമെന്ന് സജി പലതവണ ഈ കുടുംബത്തോടും മാതാവിനോടും സഹോദരനായിട്ടുള്ള റെജിയോടും പറഞ്ഞതാണ്. അതിനിവർ തയ്യാറായില്ല. മറ്റൊന്ന്, സജിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിട്ടും മൂത്ത സഹോദരൻ, അതായത് കൊല്ലപ്പെട്ട സഹോദരനായിട്ടുള്ള റെജി അതിന് സഹായിച്ചില്ല. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ വേണ്ട സഹായം ചെയ്തു നൽകിയില്ല. മറ്റൊന്ന്, തന്റെ പിതാവ് മറ്റൊന്നാണെന്ന് റെജി പലതവണ സജിയോട് പറഞ്ഞു. ഇങ്ങനെ 3 കാരണങ്ങളാണ് ഈ കൊലയിലേക്ക് എത്തിച്ചതെന്നാണ്. എന്തായാലും സ്വത്ത് തർക്കമാണ് അമ്മയെയും സഹോദരനെയും കൊല്ലുന്നതിന് പ്രേരിപ്പിച്ചതെന്നാണ് റിജി പറഞ്ഞത്. എന്തായാലും രാവിലെ തന്നെ കൊലപാതകത്തിന്റെ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് അതുകൾ ചെയ്തത് എന്നൊക്കെ വിശദീകരിക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്.